ഹലോ! വെൽക്കം ബാക്ക് അനദർ വീഡിയോ. ഞാൻ ഇന്നുള്ളത് നമ്മുടെ കോഴിക്കോട് മീഞ്ചന്ത ബൈപ്പാസിൽ. അതായത് മീഞ്ചന്തന്റെയും നമ്മുടെ തിരുവണ്ണൂരിന്റെയും നടുവിലായിട്ട് മിനി ബൈപ്പാസിലുള്ള ഖായ്സ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറന്റിലാണ് ട്ടോ. അപ്പം നോമ്പിന്റെ ആ സമയത്തൊക്കെ നല്ല ഇഫ്താർ വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടുന്ന്. ആ സമയത്ത് എനിക്ക് വരാൻ പറ്റിയില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ പോണംന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് അതിനുള്ളൊരു സാഹചര്യം സെറ്റപ്പ് ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല ഓടി കേറിയതാണ്. കേറിയ ഉടനെ അടിപൊളിയായിട്ട് നല്ല റെഡ് കളർ ഇങ്ങനെ എടുത്ത് കാണിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ പുറം ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് അകത്തേക്ക് കേറാന്ന് വിചാരിച്ചു. അപ്പൊ നല്ലൊരു അടിപൊളി സൈക്കിൾ ഉണ്ട്. പിന്നെ ഒരു ഊഞ്ഞാലുണ്ട്. പിന്നെ കുറച്ച് സീറ്റ് അറേഞ്ച്മെന്റ്സ് സംഭവങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല റെഡ്, ബ്ലാക്ക്, വൈറ്റ്, ഗ്രേ ഒക്കെ ആയിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് ട്ടോ ചെയ്തിട്ടുള്ളത്. ഊഞ്ഞാല് കണ്ടു കഴിഞ്ഞപ്പോ പിന്നെ ആടാഞ്ഞപ്പോ മനസ്സിന് സമാധാനമില്ല. പിന്നെ ഒട്ടും വൈകിച്ചില്ല. കേറി കുറച്ച് അങ്ങ് ഇരുന്ന് ആടി. അപ്പോഴാണ് ആലോചിച്ചത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആടിയാ പോരല്ലോ വീട്ടിൽ പോണ്ടേന്ന്. അപ്പൊ ഓടി കായ്സിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കേറിട്ടോ. അപ്പൊ നല്ല റെഡ് കളർ വാതില്. ഉള്ളിൽ ചെന്നപ്പോ കുറെ റെഡ് സംഭവങ്ങള്. അവിടെ ഉള്ളിൽ ചെന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അതായത് ലവ് എന്താ പറയാ പ്രണയത്തിന്റെ ആ ഒരു തീമിലാണ് അവർ അവിടെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. കാരണം ലവ്ന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഹാർട്ട് ഉണ്ട്. അങ്ങനെ ഒരു അത്യാവശ്യം ലവിനോട് സാമ്യമുള്ള പല സംഭവങ്ങൾ അവിടെ ഞാൻ കണ്ടു. അപ്പം അതങ്ങനെയൊക്കെ. അപ്പൊ ഈ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആലോചിച്ചു എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യണ്ടേ? വേണം. അപ്പൊ നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി വിചാരിച്ച് ഫസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തത് ഡ്രിങ്ക് ആണ് കേട്ടോ. കാരണം ഉച്ചയ്ക്ക് നല്ല ഹെവി ആയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. സോ അധികം ഒന്നും ഇനി വയറ്റിൽ കൊള്ളില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്തത് പാഷൻ ഫ്രൂട്ടിന്റെ മൊഞ്ചത്തി മൊജിറ്റോ ആണ് കേട്ടോ. രണ്ടാമതായിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ ചീസ് റോളാണ്. ഇത് അവരുടെ സ്നാക്ക് ഐറ്റത്തിൽ പെട്ട ഒരു സംഭവമാണ് കേട്ടോ. കൂടെ തന്നെ ഒരു മഷ്റൂം ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും സ്നാക്ക് ഐറ്റത്തിൽ പെട്ടിട്ടുള്ള സാധനമാണ് ട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ സ്ഥിരം സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പെന്ന ആൽഫ്രഡോ പാസ്ത ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തത് അവരുടെ ഒരു കാൻഡി ഐസ്ക്രീം ആണ് ട്ടോ. അപ്പൊ എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം. ഓരോന്നോരോന്നായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഡ്രിങ്കിൽ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത്. എപ്പോഴും ഡ്രിങ്ക് ലാസ്റ്റ് അല്ലേ ഉണ്ടാവുക. അപ്പം ഇപ്രാവശ്യം നമ്മൾ ഡ്രിങ്ക് ഫസ്റ്റ് തുടങ്ങുകയാണ്. അപ്പൊ നല്ല ചൂടാണല്ലോ അതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പം പാഷൻ ഫ്രൂട്ട് മൊഞ്ചത്തി മൊജിറ്റോ അടിപൊളി റിഫ്രഷിംഗ് ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. നമുക്ക് മൂന്നാൾക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത്. ഹാനിയന്റെ ഒക്കെ എക്സ്പ്രഷൻ കണ്ടില്ലേ? എന്താ എക്സ്പ്രഷൻ! അപ്പോഴാണ് ഞാൻ ഇത് ശ്രദ്ധിച്ചത്. നോർമൽ വാട്ടറിൽ ഒരു എന്താ പുതിനയിലൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ള സാധനം മറ്റേ ചിക്കൻ ചീസ് റോൾ കേട്ടോ. ഇത് എന്താ പറയുക കോഫീന്റെയും ടീന്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. സ്പൈസി ആണ്. എന്താ പറയാ ഒരു കുഴപ്പമില്ലാത്തൊരു ഐറ്റം. ഞാനിത് മുമ്പ് കഴിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം ആണ് ഇത് ട്രൈ ചെയ്യുന്നത്. അത് ഇവിടുന്നാണ് കേട്ടോ. പിന്നെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ പെന്ന ആൽഫ്രഡോ പാസ്ത. അപ്പം അത് ഇക്കാണ് ഓർഡർ ചെയ്തത്. മിക്കപ്പോഴും നമ്മൾ ഓർഡർ ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടത്. അതായത് ഇക്ക അത്യാവശ്യം നന്നായിട്ട് പാസ്ത ഉണ്ടാക്കും. അപ്പം എവിടെ പോയാലും ഒരു പാസ്ത കഴിച്ചു നോക്കിയാൽ അതിൽ പുതിയതായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ അല്ലെങ്കിൽ എന്താ എനിക്ക് തോന്നുന്നു വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. മൂപ്പരെ പാസ്ത സെറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പം എവിടെ പോയാലും ഈ ഒരു ഏതെങ്കിലും ഒരു ഫ്ലേവറിലുള്ള ഒരു പാസ്ത അധികം പെന്ന ആൽഫ്രഡോ തന്നെയാണ് ഓർഡർ ചെയ്തിട്ട് കഴിക്കാറ്. അപ്പം അങ്ങനെ ഒരു ഇത് ഉണ്ട് ഇതിന്റെ ഒരു ഇതില്. അപ്പൊ ഇവിടുന്ന് ഞാൻ കഴിച്ചപ്പോൾ പേഴ്സണലി എനിക്ക് തോന്നിയത് വൈറ്റ് സോസ് ഒരു ഇത്തിരി ഡ്രൈ ആയി പോയ പോലെ തോന്നി. ബാക്കിയൊക്കെ ഒക്കെ ഉണ്ട് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് അവരുടെ ഒരു സ്നാക്ക് ഐറ്റം തന്നെ ആയിട്ടുള്ള മഷ്റൂം ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ ഈ സമൂസന്റെ നമ്മളെ സ്വിറ്റ്സിന്റെ ഒക്കെ നമ്മൾ ഇത് വെച്ചിട്ട് ചെയ്യൂലേ തൊലി വെച്ചിട്ട് അങ്ങനത്തെ ഒരു ഒരു ബോക്സ് പോലത്തെ ഷേപ്പിലാക്കിയിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നി. കണ്ടപ്പോൾ അങ്ങനെ തോന്നി. പക്ഷെ കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. കൂടെ ഒരു ഡിപ്പും ഉണ്ടായിട്ടുണ്ടായിരുന്നു. മഷ്റൂം ഒക്കെ ഇട്ടിട്ടുള്ള സംഭവമാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവും. അപ്പം എന്തായാലും എന്താന്ന് നോക്കാം. അപ്പൊ കണ്ടോ ഞാൻ പൊട്ടിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഒരു കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ എങ്ങനെയാ വെച്ചാൽ നമ്മുടെ സമൂസന്റെ ഒക്കെ തീന് പോലുള്ള ഒരു തീനാണ്. സ്പൈസി ആയിട്ടുള്ള തീനാണ്. അതിൽ മഷ്റൂമും ഓണിയനും ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ്. കോഫിക്കും ടീക്കും അടിപൊളിയായിരിക്കും കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനമായിരുന്നു. പിന്നെ അവിടുത്തെ സിഗ്നേച്ചർ ഐറ്റം ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അത്. അതായത് എന്താ പറയാ കാൻഡി ഐസ്ക്രീം. കോട്ടൺ കാൻഡി കൊണ്ട് റാപ്പ് ചെയ്തിട്ടുള്ള ഐസ്ക്രീം. ഐസ്ക്രീം വേണമെന്ന് വന്നപ്പോൾ മുതൽ ഹാനിയ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അറ്റ് ലാസ്റ്റ് ഓൾ ഐസ്ക്രീം എത്തിയിട്ടുണ്ട്. ഓൾ ഐസ്ക്രീം അല്ല നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാനുള്ള ഐസ്ക്രീമാണ് കേട്ടോ. അപ്പം കോട്ടൺ കാൻഡി ഐസ്ക്രീം ഞാൻ കഴിച്ചിട്ടേ ഇല്ല ഇവിടുന്ന്. അപ്പോൾ ആ ഒന്ന് ട്രൈ ചെയ്യുക. കോഴിക്കോട് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള എനിക്കറിയില്ല. അങ്ങനെ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ആദ്യമായിട്ട് ഞാനത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ അവരെന്നെ വന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ അവർ കട്ട് ചെയ്തിട്ടാണ് കഴിക്കാനിട്ട് അവരെന്നെ വന്ന് കട്ട് ചെയ്തു. ഇതിങ്ങനെയാണ് 3 സ്കൂപ്പായിട്ട് ഐസ്ക്രീം ആയിട്ടാണ് ഉള്ളത്. ഫ്ലേവർ 3 ഫ്ലേവറിൽ പിസ്ത, സ്ട്രോബെറി, ബട്ടർ സ്കോച്ച് അങ്ങനെ ആയിട്ട്. പിന്നെ കാൻഡി അതും കഴിക്കാൻ പറ്റും.
അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കോൺഫ്ലാക്സ്, ചോക്കോസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൊള്ളായിരുന്നു ട്ടോ. നല്ലൊരു സംഭവമായിരുന്നു. ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവമായിരുന്നു. ഒരു കാര്യം ഞാൻ എടുത്ത് പറയാട്ടോ. നമുക്ക് കിട്ടിയിട്ടുള്ള സ്റ്റാഫ് അടിപൊളിയായിരുന്നു ട്ടോ. അവിടെ നല്ല സർവീസായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പം എന്താ പറയാ കുറച്ച് ഇരുടൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇരുടത്ത് നല്ല ഭംഗിയുണ്ട് ട്ടോ. ആ ഇരിക്കുന്ന ആ സ്ഥലമൊക്കെ കാണാന്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എന്നാലും ഉള്ള അടുത്ത വീഡിയോ ഇടാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുക. അപ്പൊ ഒക്കെ പറഞ്ഞ പോലെ ഒന്നും മറക്കണ്ട. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതായിരിക്കും ബൈ.